എന്റെ സിനിമകളൊന്നും രക്തരൂക്ഷിതമായിരുന്നില്ല. ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉണ്ണി മുകുന്ദന്റെ പാൻ ഇന്ത്യൻ ഹിറ്റ് ചിത്രം മാർക്കോയെ അഭിനന്ദിച്ച് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ താരം ബാബു ആന്റണി. മാർക്കോ അതിരുകൾ ഭേദിച്ച് മുന്നേറുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബാബു ആന്റണി പറഞ്ഞു. തന്റെ സിനിമകളൊന്നും രക്തരൂഷിതമായിരുന്നില്ല, പൂർണ്ണമായും ആക്ഷൻ അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു. സിനിമകളിലെ അനാവശ്യമായ ബലാത്സംഗങ്ങൾ, സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം എന്നിവയ്ക്കെതിരെ ആദ്യം സംസാരിച്ച അഭിനേതാക്കളിൽ ഒരാളായിരുന്നു താനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമ ചെയ്യുക എന്നത് എല്ലാ കാലത്തെയും സ്വപ്നമായിരുന്നുവെന്നും ഈ വർഷം ഒരു സിനിമയിൽ നായകനായോ സഹനായകനായോ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാബു ആന്റണിയുടെ കുറിപ്പ്. മാർക്കോ ടീമിന് അഭിനന്ദനങ്ങൾ. മലയാളം ആക്ഷൻ സിനിമ മാർക്കോ അതിരുകൾ ഭേദിച്ച് മുന്നേറുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്ന് വ്യക്തമാക്കട്ടെ. എന്റെ സിനിമകളൊന്നും രക്തരൂഷിതമായിരുന്നില്ല, പൂർണ്ണമായും ആക്ഷൻ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. സിനിമകളിലെ അനാവശ്യമായ ബലാത്സംഗങ്ങൾ, സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം എന്നിവയ്ക്കെതിരെ ആദ്യം സംസാരിച്ച അഭിനേതാക്കളിൽ ഒരാളായിരുന്നു ഞാൻ. മാർക്കോ ഒരു വയലന്റ് ചിത്രമാണെന്ന് നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കുകയും സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ പ്രേക്ഷകർക്ക് തിരഞ്ഞെടുപ്പിനുള്ള അവസരമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പരാതികൾക്ക് ഇടമില്ലെന്നും ഞാൻ കരുതുന്നു. ചിത്രത്തിലെ വയലൻസിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ ഉണ്ണിയുടെ പ്രകടനത്തെക്കുറിച്ചോ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചോ ഒരു പരാതിയും ഞാൻ കേട്ടില്ല. മാർക്കോ അതിരുകൾ ഭേദിച്ച് മുന്നേറുന്നതിൽ ഉണ്ണി മുകുന്ദനും സംവിധായകൻ ഹനീഫ് അദേനിക്കും അഭിനന്ദനങ്ങൾ. 2025 മലയാള സിനിമകൾക്ക് മികച്ച തുടക്കം തന്നെയാകട്ടെ. പാൻ ഇന്ത്യൻ സങ്കല്പമോ സോഷ്യൽ മീഡിയ ഇത്രയും വലിയ വളർച്ചയോ നേടാതിരുന്ന കാലത്തെ എന്റെ ഒരു സിനിമ അതിർത്തികൾ ഭേദിച്ച് പുറത്തുപോയിരുന്നു. അത് പക്ഷേ റീമേക്കുകളായിരുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ അത് തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, സിംഹള തുടങ്ങിയ ഭാഷകളിൽ റീമേക്ക് ചെയ്തു. 5 ഭാഷാ ചിത്രങ്ങളും ഹിറ്റാകുകയും അത് ഒരു കൾട്ട് സിനിമയായി മാറുകയും ചെയ്തു. അതിൽ വില്ലൻ വേഷം ചെയ്ത എനിക്ക് എല്ലാ ഭാഷകളിലും അതേ വേഷം ചെയ്യാൻ അവസരം ലഭിക്കുകയും രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന വില്ലന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമ ചെയ്യുക എന്നത് എന്റെ എല്ലാ കാലത്തെയും സ്വപ്നമായിരുന്നു. അത് ഉടൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് മാർക്കോ തെളിയിച്ചിരിക്കുന്നു. ബാഹുബലി, KGF തുടങ്ങിയ ചിത്രങ്ങളും അത് തെളിയിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ ആക്ഷൻ ചിത്രങ്ങളും വളരെ കുറഞ്ഞ ബജറ്റിലാണ് നിർമ്മിച്ചത്. സാങ്കേതിക പിന്തുണയോ സുരക്ഷാ ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ ശരാശരി 6 മണിക്കൂർ കൊണ്ടാണ് ആക്ഷൻ സീക്വൻസ് ചെയ്തിരുന്നത്. പക്ഷേ 90കളിലെ കുട്ടികളുടെ പ്രിയങ്കരനായി മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം ആയോധന കലകൾ പഠിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ജിമ്മുകളിൽ ചേരാനും പലരെയും പ്രചോദിപ്പിക്കാനും കഴിഞ്ഞു. ഉത്തമൻ, 2020, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ഗ്രാൻഡ് മാസ്റ്റർ, ഇടുക്കി ഗോൾഡ്, കാക്കാമുട്ടൈ, അടങ്കമാറു, കായംകുളം കൊച്ചുണ്ണി, മദനോത്സവം, RDX തുടങ്ങിയ സിനിമകൾ അടുത്ത തലമുറയിലും എനിക്ക് മികച്ച അടിത്തറ നൽകി. നല്ലൊരു പ്രോജക്റ്റ് വരുമ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്താതെ എന്റെ മകൻ ആർത്തറിനെയും സിനിമയിൽ അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അഭിനയത്തിന്റെ വിവിധ മേഖലകളിൽ അവൻ കുറച്ചു വർഷങ്ങളായി പരിശീലനം നേടുന്നുണ്ട്. 2025 എനിക്കൊരു മികച്ച ബജറ്റ് സിനിമയിൽ നായകനായോ സഹനായകനായോ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാഷ ഒരു തടസ്സമല്ലാത്തതിനാൽ പാൻ വേൾഡ് സിനിമകളും ആശയങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. കുടുംബത്തോടൊപ്പം സ്പെയിനിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് ഞാൻ. ജനുവരി പകുതിയോടെ തമിഴ് സിനിമയായ സർദാർ 2, മറ്റ് തമിഴ് സിനിമകൾ, മലയാളം സിനിമകൾ, മറ്റു ഭാഷാ സിനിമകൾ എന്നിവയുടെ ഭാഗമാകും. നിങ്ങൾക്കെല്ലാവർക്കും വളരെ നല്ലൊരു 2025 ആശംസിക്കുന്നു.